നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം ചെയ്യാനോ തുടങ്ങാനോ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ തീരുമാനിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള മാക്സിമം കാര്യങ്ങൾ നമ്മൾ ഒരുക്കി വയ്ക്കും. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും അതിനായി നമ്മൾ ട്രെയിൻ ചെയ്യും. അപ്പോൾ ആ ഒരു സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലും അതൊക്കെ നമുക്ക് ആരോടെങ്കിലും ഷെയർ ചെയ്യണമെന്ന് തോന്നും. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടോ നമ്മുടെ കുടുംബക്കാരോടോ ഒക്കെ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും അഭിപ്രായങ്ങൾ ചോദിക്കുകയും നമ്മുടെ തീരുമാനങ്ങൾ അവരെ അറിയിക്കുകയും ഒക്കെ ചെയ്യും. അല്ലെങ്കിൽ നമ്മളത് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ആയോ സ്റ്റോറി ആയോ ഒക്കെ പബ്ലിഷ് ചെയ്യും. 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ പദ്ധതികൾക്ക് മുടക്കം വരുന്നത് പോലെ, ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാത്ത പോലെ, പല തടസ്സങ്ങളും അതിനെ നേരിടുന്ന പോലെ ഒക്കെ തോന്നാം. എന്തായിരിക്കും അതിന് കാരണം? എവിടെയാണ് നിങ്ങൾക്ക് പിഴവ് പറ്റിയത് എന്ന് ചിന്തിക്കാറുണ്ടോ? എന്നാൽ ഇതിൻ്റെയൊക്കെ റീസൺ ഒരു പക്ഷേ നിങ്ങളുടെ നാവ് തന്നെയാകാം. ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന സുഖങ്ങളും നേട്ടങ്ങളും മറ്റുള്ളവരെ അറിയിക്കാനും പങ്കുവെക്കാനും ഇഷ്ടമുള്ളവരാണ് അധികം പേരും. എന്നാൽ ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിൽ നമ്മെ കൊണ്ടെത്തിക്കുമെന്ന് എത്ര പേർക്കറിയാം? എന്തുകൊണ്ടാണ് ഒരു കാര്യത്തെക്കുറിച്ച് എല്ലാവരോടും അഭിപ്രായം ചോദിക്കരുത് എന്ന് പറയുന്നത്? ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് സ്വയം വാഴ്ത്തി പറയാൻ ഇഷ്ടമുള്ളവരാണ് നാം എല്ലാവരും. ജീവിതത്തിൽ ചെയ്യുന്ന മിസ്റ്റേക്കുകളിൽ ഏറ്റവും വലുതാണ് അത്. നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ചോ തുടങ്ങാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ എല്ലാവരോടും പങ്കുവെക്കുമ്പോൾ അവർ അവരുടെ അഭിപ്രായങ്ങൾ നമ്മോട് പറയും. ഓരോരുത്തരുടെയും അഭിപ്രായം വ്യത്യസ്തമായിരിക്കും. അത് നമ്മിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ അനുവദിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ നമ്മളെക്കാൾ വലിയ ഒരാളില്ല എന്ന് ആദ്യം വിശ്വസിക്കുക. മാത്രവുമല്ല, നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും നമ്മുടെ നന്മയെ ആഗ്രഹിക്കുന്നവരാണെന്നോ പുറമേ ചിരിക്കുന്ന എല്ലാവരും നമ്മെ സ്നേഹിക്കുന്നവരാണെന്നോ കരുതരുത്. നമ്മുടെ സന്തോഷങ്ങൾ ഷെയർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മോട് അസൂയുള്ളവരുണ്ടെങ്കിൽ അവർ അത് ഇല്ലാതാക്കുന്നതിനുള്ള പദ്ധതികൾ ആലോചിച്ചു തുടങ്ങും. നിങ്ങളിൽ നിന്ന് അറിയാനുള്ളതെല്ലാം സൂത്രത്തിൽ സ്നേഹം നടിച്ച് അവർ മനസ്സിലാക്കും. നിങ്ങളോട് സ്നേഹം അഭിനയിക്കുകയും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പദ്ധതികൾക്ക് വിഘ്നം സൃഷ്ടിക്കാൻ അവർ പരിശ്രമിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഒരാളോട് നമ്മുടെ സന്തോഷങ്ങളെക്കുറിച്ചോ നേട്ടങ്ങളെക്കുറിച്ചോ പദ്ധതികളെക്കുറിച്ചോ ഒക്കെ പറയുന്നത് അത്രയും എക്സൈറ്റ്മെൻറ്റിലായിരിക്കും. കേൾക്കുന്നവരിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് റിപ്ലൈ നമ്മെ കൂടുതൽ സന്തോഷവാന്മാരാക്കും. അത് ലക്ഷ്യം നേടുന്നതിന് മുമ്പ് തന്നെ ലക്ഷ്യത്തിലെത്തി എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. ഇത് നമ്മുടെ പ്രവർത്തനങ്ങളെ പിന്നോട്ട് വലിക്കും. ചിന്തിച്ചും സംസാരിച്ചും കാര്യങ്ങൾ ഷെയർ ചെയ്തും തന്നെ നമ്മൾ കൂടുതൽ സമയം പാഴാക്കും. എപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ ഫലമുണ്ടാകുന്നത്. പലർക്കും തോന്നാം നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിലോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തേടുന്നതിലോ എന്താണ് തെറ്റ് എന്ന്. പക്ഷേ ആരോട് പറയണം എന്നുള്ളത് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. ഒരുപക്ഷെ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളായിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത്. കാരണം നിങ്ങളോട് അസൂയ ഉള്ളതുകൊണ്ടോ നിങ്ങൾ നന്നാവാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടോ അല്ല. നിങ്ങളുടെ ആഗ്രഹമായിരിക്കില്ല അവരുടെ ആഗ്രഹം എന്നതാണ് അതിന് കാരണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ തികച്ചും പേഴ്സണലായ കാര്യമാണ്. അതിൻ്റെ സ്വകാര്യത നിങ്ങൾ കാത്തുസൂക്ഷിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയൂ. ഏത് കാര്യവും ലക്ഷ്യത്തിലേക്ക് എത്തിയതിനു ശേഷം നേടിയതിനു ശേഷം മാത്രമേ ആളുകൾ അറിയാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ അതിനു വേണ്ടിയുള്ള നിങ്ങളുടെ പരിശ്രമവും കഴിവും ആളുകൾ മനസ്സിലാക്കുകയുള്ളൂ. മറ്റുള്ളവരെ കാണിക്കാനായി എല്ലാം ഷെയർ ചെയ്യുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ളവർ യഥാർത്ഥത്തിൽ ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നവരാണ്. അതിൽ നിന്ന് അവർ സന്തോഷം അനുഭവിക്കുമ്പോൾ മറ്റുള്ളവർ അവരെ അസൂയോടെ മാത്രമേ കാണൂ എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അത്തരത്തിലുള്ളവർക്ക് പിന്നീട് ആർഭാടങ്ങളില്ലാതെ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. ആളുകളുടെ അറ്റൻഷനും ശ്രദ്ധയും പിടിച്ചു പറ്റാൻ ഇവർക്ക് പലതും ചെയ്യേണ്ടി വരും. അതൊരു പക്ഷേ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കും. എപ്പോഴും ലക്ഷ്യത്തിലേക്ക് എത്തും വരെ നമ്മൾ പല കാര്യങ്ങളും മനസ്സിൽ സൂക്ഷിക്കുക. തീരുമാനങ്ങൾ സ്വയം ആലോചിച്ച് മാത്രം എടുക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകേണ്ട എന്നല്ല, നമ്മൾ തന്നെ എല്ലാ തീരുമാനങ്ങളെയും വിലയിരുത്തുക. പുതിയൊരു കാര്യത്തിന് തുടക്കമിടുമ്പോഴോ ജീവിതത്തിൽ സന്തോഷമോ നേട്ടമോ ഉണ്ടാകുമ്പോഴോ ഒക്കെ അമിതമായി പങ്കുവെക്കാതിരിക്കുക. വിജയത്തിലേക്ക് എത്തിയതിന് ശേഷം, അത് നേടിയതിന് ശേഷം അല്ലെങ്കിൽ ആഗ്രഹിച്ചത് തുടങ്ങിയതിന് ശേഷം ലളിതമായി ആഘോഷിക്കുക.